നമസ്കാരം, ഞാൻ ബിനോയ് ജോസഫ്. നമസ്കാരം, ഞാൻ ബെനിൽ കെ ബേബി, പാല ബുർലിൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. നമുക്കിന്ന് ബിറ്റ്സ് ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസിനെ കുറിച്ച് വിശദമായി മനസ്സിലാക്കാം. നിരവധി കുട്ടികൾ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ബിറ്റ്സിൻ്റെ വിവിധ ക്യാമ്പസുകൾ, കോഴ്സുകൾ, അവിടുത്തെ സ്പെഷ്യൽ ഫീച്ചേഴ്സ്, ഫീസ് സ്ട്രക്ചർ, പ്ലേസ്മെൻറ്റ്സ്, സ്കോളർഷിപ്സ്, ബിറ്റ്സാറ്റ് എക്സാമിനേഷൻ, അഡ്മിഷൻ പ്രോസസ്, ബിറ്റ്സാറ്റ് കട്ട് ഓഫ് 2025 തുടങ്ങിയവയെക്കുറിച്ച് ചർച്ച ചെയ്യാം. ബിറ്റ്സ് ഫിലാനി ആരംഭിച്ചപ്പോൾ MIT മസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി USA ആയിരുന്നു അതിൻ്റെ മെൻറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട്. ബിറ്റ്സ് ക്യാമ്പസസ്. ബിറ്റ്സിൻ്റെ ആദ്യ ക്യാമ്പസായ ഫിലാനി ക്യാമ്പസ് 1964 ആരംഭിച്ചത്. 328 ഏക്കർ ക്യാമ്പസാണ്. ഗോവ ക്യാമ്പസ് 2004 ആരംഭിച്ചത്. 180 ഏക്കർ ക്യാമ്പസാണ്. 2008 ഹൈദരാബാദ് ക്യാമ്പസ് ആരംഭിച്ചത്. 200 ഏക്കർ ക്യാമ്പസാണ്. ദുബായ് ക്യാമ്പസ് 2000 ആരംഭിച്ചത്. മുംബൈ ക്യാമ്പസ് 2024 ആരംഭിച്ചത്. ബിറ്റ്സ് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ്, ബിറ്റ്സ് ഡിസൈൻ സ്കൂള്, ബിറ്റ്സ് ലോ സ്കൂള് എന്നിവയാണ് മുംബൈ ക്യാമ്പസിലുള്ളത്. ഇനി നമുക്ക് ബിറ്റ്സിൻ്റെ സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഒന്ന് മനസ്സിലാക്കാം. 2025 NIRF എഞ്ചിനീയറിംഗ് റാങ്ക് 11 ആണ്. പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഫസ്റ്റ് ആണ്. ബിറ്റ്സിൻ്റെ ഫിലാനി, ഗോവ, ഹൈദരാബാദ് ക്യാമ്പസുകളിലേക്കുള്ള അഡ്മിഷൻ ബിറ്റ്സാറ്റ് സ്കോറിനെ ബേസ് ചെയ്താണ്. ഫിലാനി, ഗോവ, ഹൈദരാബാദ് ക്യാമ്പസുകളിലായി ഫസ്റ്റ് ഇയർ UG കോഴ്സിന് ഏകദേശം 3000-ഓളം സീറ്റുകളുണ്ട്. 0 അറ്റൻഡൻസ് പോളിസി. അറ്റൻഡൻസ് നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഫ്രീഡമാണ്. ഫ്രീഡം മീൻസ് റെസ്പോൺസിബിലിറ്റിയാണ്. ഫ്ലെക്സിബിൾ കരിക്കുലം, മേക്ക് യുവർ ഓൺ ടൈം ടേബിൾ. നമുക്ക് ഇഷ്ടമനുസരിച്ച് ടൈം ടേബിൾ സെറ്റ് ചെയ്യാം, ഇഷ്ടമുള്ള പ്രൊഫസേഴ്സിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. അങ്ങനെയുള്ള നിരവധി ഫീച്ചേഴ്സ് ബിറ്റ്സിലുണ്ട്. ഡുവൽ ഡിഗ്രി പ്രോഗ്രാം ബിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. MSc+BE എന്ന് പറഞ്ഞാൽ BE എന്ന് പറഞ്ഞാൽ BTech തന്നെയാണ്. MSc+BTech. ഫസ്റ്റ് ഇയറിൽ MScക്ക് ജോയിൻ ചെയ്യുന്നു. അതിൻ്റെ പെർഫോമൻസിനെ ബേസ് ചെയ്ത് സെക്കൻഡ് ഇയർ മുതൽ ഒരു BTech ഡിഗ്രിയും കൂടെ ചെയ്യാവുന്നതാണ്. 5 വർഷം കൊണ്ട് MScയും BTechും ലഭിക്കുന്നു. ഡുവൽ ഡിഗ്രി ലഭിക്കുന്നു. ഇൻ്റർനാഷണൽ ഡുവൽ ഡിഗ്രി പ്രോഗ്രാംസ് 2+2 മോഡൽ ബിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. ആദ്യത്തെ 2 വർഷം ബിറ്റ്സ് ഫിലാനി പഠിക്കുന്നു. അവസാനത്തെ 2 വർഷം ബിറ്റ്സുമായിട്ട് കൊളാബറേഷനുള്ള ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റീസിൽ പഠിക്കാം. RMIT യൂണിവേഴ്സിറ്റി ഓസ്ട്രേലിയ, യൂണിവേഴ്സിറ്റി അറ്റ് ബുഫല്ലോ USA, ലോവ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി USA തുടങ്ങിയ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റീസിൽ. ബിറ്റ്സ് സ്റ്റാർട്ടപ്പുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. 1000-ൽ പരം സ്റ്റാർട്ടപ്പുകൾ ഫോം ചെയ്തിട്ടുണ്ട്. അതിൽ 14 യൂണിക്കോൺസും 1 ഡെക്കാക്കോണുമാണ്. അതായത് $1 ബില്യൺ കൂടുതൽ വാല്യുവേഷനുള്ള സ്റ്റാർട്ടപ്പുകളാണ് യൂണിക്കോൺ എന്ന് പറയുന്നത്. $10 ബില്യൺ കൂടുതൽ വാല്യുവേഷനുള്ള സ്റ്റാർട്ടപ്പുകളാണ് ഡെക്കാക്കോൺ. സ്വിഗ്ഗി, റെഡ് ബസ്, ബിഗ് ബാസ്ക്കറ്റ്, ഗ്രോയ്, ക്ലിയർ ടാക്സ് മുതലായവയെല്ലാം ബിറ്റ്സിൻ്റെ സ്റ്റാർട്ടപ്പുകളാണ്. കാസ്റ്റിനെ ബേസ് ചെയ്തോ സ്റ്റേറ്റിനെ ബേസ് ചെയ്തുള്ള ഒരു റിസർവേഷനും ബിറ്റ്സിലില്ല. മെറിറ്റ് ബേസ്ഡ് അഡ്മിഷൻ മാത്രം. ബിറ്റ്സാറ്റ് എക്സാമിൻ്റെ സ്കോർ വെച്ച് മാത്രം. അതേപോലെ പഠനത്തോടൊപ്പം ആർട്സിനും സ്പോർട്സിനുമെല്ലാം ബിറ്റ്സ് പ്രാധാന്യം നൽകുന്നുണ്ട്. കൾച്ചറൽ ഫെസ്റ്റിവൽ, ടോപ്പ് കൾച്ചറൽ ഫെസ്റ്റിവൽസ് എല്ലാം ബിറ്റ്സിലുണ്ട്. ഒയാസിസ് ഫിലാനി, വേവ്സ് ഗോവ, പേൾ ഹൈദരാബാദ് പേരുകളാണ്. ഇന്റർ ബിറ്റ്സ് കോമ്പറ്റീഷൻസ് ഉണ്ട്. ബിറ്റ്സിൻ്റെ ആലുമിനി നെറ്റ്വർക്ക് വളരെ സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ ബിറ്റ്സിന് ധാരാളം ഫോറിൻ കൊളാബറേഷൻസ് ഉണ്ട്. അങ്ങനെ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമുക്ക് ബിറ്റ്സിലെ പഠനം എന്ന് പറഞ്ഞാൽ ഏകദേശം IIT നിലവാരം എന്ന് പറയാനായിട്ട് സാധിക്കും. ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ഗൂഗിള്, NVIDIA, JP മോർഗൻ, ഡെല്ല്, ആമസോണ്, നെറ്റാപ്പ്, IBM, ഇൻറ്റൽ, മൈക്രോൺ, ക്വാൽകോം, ആപ്പിള് തുടങ്ങിയ മൾട്ടിനാഷണൽ കമ്പനീസിനെല്ലാം ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ലഭിക്കുന്നുണ്ട്. ഹൈ സാലറി പാക്കേജും ഉണ്ട്. ഇനി നമുക്ക് ബിറ്റ്സിൻ്റെ ഫിലാനി, ഗോവ, ഹൈദരാബാദ് ക്യാമ്പസുകളിലെ 2025 കട്ട് ഓഫ് സ്കോർ ഒന്ന് മനസ്സിലാക്കാം. ഇതിപ്പം ബിറ്റ്സ് ഫിലാനിയുടെ കട്ട് ഓഫ് ആണ്. അതെ. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് ഔട്ട് ഓഫ് 390 304 മാർക്കാണ് കട്ട് ഓഫ് വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ 2025 കട്ട് ഓഫ് ആണ്. മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിങ്ങിന് 295 ആണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് 285 ആണ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 260 ആണ്. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗിന് 250 ആണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 235 ആണ്. മാനുഫാക്ചറിംഗ് എഞ്ചിനീയറിംഗിന് 211, കെമിക്കൽ എഞ്ചിനീയറിംഗ് 210, സിവിൽ എഞ്ചിനീയറിംഗ് 206, എൻവയോൺമെൻറ്റൽ ആൻഡ് സസ്റ്റൈനബിലിറ്റി എഞ്ചിനീയറിംഗിന് 203. ഇതാണ് 4 ഇയർ BTechൻ്റെ ഫിലാനി പ്രോഗ്രാമിൻ്റെ കട്ട് ഓഫ് മാർക്ക് കഴിഞ്ഞ വർഷത്തെ. ഇനി 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് MScയുടെ പ്രോഗ്രാമിൻ്റെ കട്ട് ഓഫ്. എക്കണോമിക്സിന് 251, സെമി കണ്ടക്ടർ ആൻഡ് നാനോ സയൻസിന് 239, മാത്തമാറ്റിക്സ് 229, ഫിസിക്സ് 223, കെമിസ്ട്രി 212, ബയോളജിക്കൽ സയൻസ് 208, ബി ഫാമിന്
168. ഇനി ബിറ്റ്സ് ഗോവ ക്യാമ്പസിൻ്റെ കട്ട് ഓഫ് ആണ്. 4 ബി ടെക്കിൻ്റെ പ്രോഗ്രാമിൻ്റെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 274 ആണ് ഔട്ട് ഓഫ് 390. മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിങ്ങിന് 268. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് 262. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് 255. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 243 മാർക്കാണ്. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് 234 മാർക്കാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 223 മാർക്കാണ്. കെമിക്കൽ എഞ്ചിനീയറിംഗിന് 206 ആണ് മാർക്ക്. എൻവയോൺമെൻറ്റൽ ആൻഡ് സസ്റ്റൈനബിലിറ്റി എഞ്ചിനീയറിംഗിന് 189 ആണ് മാർക്ക്. ഇനി അതിൻ്റെ അവിടുത്തെ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൻ്റെ കട്ട് ഓഫ് കൂടെ പറയാം. ഇക്കണോമിക്സിന് 237. സെമി കണ്ടക്ടർ ആൻഡ് നാനോ സയൻസ് 225. മാത്തമാറ്റിക്സ് 216. ഫിസിക്സ് 212. കെമിസ്ട്രി 205. ബയോളജിക്കൽ സയൻസ് 203. ഇനി നമുക്ക് ഹൈദരാബാദ് ക്യാമ്പസിൻ്റെ കട്ട് ഓഫ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 270 ആണ്. മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിങ് 266. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് 256. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 239. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് 232 ആണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 214. കെമിക്കൽ എഞ്ചിനീയറിംഗിന് 205. സിവിൽ എഞ്ചിനീയറിംഗ് 203. എൻവയോൺമെൻറ്റൽ ആൻഡ് സസ്റ്റൈനബിലിറ്റി എഞ്ചിനീയറിംഗ് 181. ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൻ്റേത്. എക്കണോമിക്സിൻ്റേത് 231 മാർക്കാണ്. സെമി കണ്ടക്ടർ ആൻഡ് നാനോ സയൻസ് 225. മാത്തമാറ്റിക്സ് 212. ഫിസിക്സ് 209. ബയോളജിക്കൽ സയൻസസ് 203. കെമിസ്ട്രി 203. ബി ഫാം 151 മാർക്കാണ്. ഇത്രയുമാണ് കട്ട് ഓഫ്. കഴിഞ്ഞ വർഷം 2025 ബിറ്റ്സ് ആൻഡ് സ്കോർ വെച്ചുള്ള കട്ട് ഓഫ്. ഇനി നമുക്ക് ബിറ്റ്സ് ഫിലാനിയിലെ അഡ്മിഷൻ പ്രോസസ്സ് ഒന്ന് മനസ്സിലാക്കാം. ഏകദേശം 3 ലക്ഷത്തോളം കുട്ടികളാണ് ഓരോ വർഷവും ബിറ്റ്സ് ആറ്റിനെ രജിസ്റ്റർ ചെയ്യുന്നത്. ബിറ്റ്സ് ആറ്റ് സ്കോറിനെ ബേസ് ചെയ്താണ് സെലക്ഷൻ. അതോടൊപ്പം ബോർഡ് എക്സാമിൻ്റെ മാർക്കിൻ്റെ മിനിമം എലിജിബിലിറ്റിയും കൂടെ നേടിയിരിക്കണം. ഇൻഡിവിജ്വൽ സബ്ജക്ട്സിന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിന് മിനിമം 60% മാർക്കും, ഓവറോൾ സബ്ജക്ട്സിന് ഫിസിക്സ് പ്ലസ് കെമിസ്ട്രി പ്ലസ് മാത്തമാറ്റിക്സിന് മിനിമം 75% മാർക്കും നേടിയിരിക്കണം. +2 പാസ്സാകുന്ന വർഷവും തൊട്ടടുത്ത വർഷവും മാത്രമേ ഒരു കുട്ടിക്ക് ബിറ്റ്സ് ആറ്റ് എക്സാമിനേഷൻ എഴുതാൻ സാധിക്കുകയുള്ളൂ. അഡ്വാൻസ്ഡ് എക്സാമിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഡയറക്റ്റ് അഡ്മിഷൻ ഫോർ ബോർഡ് ടോപ്പേഴ്സ്. സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ബോർഡിലെ ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സിന് ഡയറക്റ്റ് അഡ്മിഷൻ നൽകുന്നുണ്ട്. അവരുടെ ബിറ്റ്സ് ആറ്റ് സ്കോർ കൺസിഡർ ചെയ്യുന്നില്ല. ഫീസ് സ്ട്രക്ചർ ട്യൂഷൻ ഫീയും ഹോസ്റ്റൽ ഫീയും മെസ് ഫീയും എല്ലാം കൂടെ ചേർത്ത് ഏകദേശം ഒരു വർഷം 7.5 ലക്ഷം രൂപയോളം വരും. അതായത് 4 വർഷത്തെ ബിടെക് കോഴ്സിന് ഏകദേശം 30 ലക്ഷം രൂപയോളം ചെലവ് വരും. ഇനി നമുക്ക് ബിറ്റ്സ് ആറ്റിൻ്റെ വിവിധ സ്കോളർഷിപ്പുകളെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം. ഓരോ വർഷവും 25% കുട്ടികൾക്ക് 10% to 100% സെമസ്റ്റർ ട്യൂഷൻ ഫീ വൈവർ നൽകുന്നുണ്ട്. അത് 2 രീതിയിലുണ്ട്. മെറിറ്റ് അവാർഡ് സ്കീമിലും അതുപോണക്ക് മെറിറ്റ് കം നീഡ് അവാർഡ് സ്കീമിലും. അതിൻ്റെ ക്രൈറ്റീരിയ ഒന്ന് മനസ്സിലാക്കാം. മെറിറ്റ് അവാർഡ് സ്കീമിൽ ടോപ്പ് 2% സ്റ്റുഡൻസിന് 100% ഓഫ് ടോട്ടൽ ട്യൂഷൻ ഫീസിൻ്റെ സ്കോളർഷിപ്പ് കൊടുക്കുകയാണ്. അടുത്ത 1% ആൾക്കാർക്ക് 50% ടോട്ടൽ ട്യൂഷൻ ഫീസ് കൊടുക്കുന്നുണ്ട്. ഇനി മെറിറ്റ് കം നീഡ് അവാർഡ് സ്കീം അതിൻ്റെ സ്കോളർഷിപ്പ് നോക്കുമ്പോൾ ടോപ്പ് 5% സ്റ്റുഡൻസിന് 100% ടോട്ടൽ ട്യൂഷൻ ഫീസിന് 100% സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അടുത്ത 2% സ്റ്റുഡൻസിന് 50% ടോട്ടൽ ട്യൂഷൻ ഫീയുടെ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അടുത്ത നെക്സ്റ്റ് 5% സ്റ്റുഡൻസിന് 25% ഓഫ് ടോട്ടൽ ട്യൂഷൻ ഫീ ആണ് സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. അടുത്ത 10% സ്റ്റുഡൻസിന് ടോട്ടൽ ട്യൂഷൻ ഫീയുടെ 10% സ്കോളർഷിപ്പായിട്ട് കൊടുക്കുന്നത്. ഇപ്പം മെറിറ്റ് അവാർഡ് സ്കീമിലാകുമ്പം ആദ്യമേ നമുക്ക് ബിറ്റ്സ് ആറ്റ് സ്കോറിനെ ബേസ് ചെയ്തായിരിക്കും, പിന്നെ CGPA ബേസ് ചെയ്താണ് പിന്നീടുള്ള സെമസ്റ്ററി വരുന്നത്. മെറിറ്റ് കം നീഡ് അവാർഡ് സ്കീമിലാകുമ്പോൾ പേരൻസിൻ്റെ വാർഷിക വരുമാനം കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. വാർഷിക വരുമാനം 12 ലക്ഷത്തിൽ താഴെയായിരിക്കണം. ആദ്യത്തേത് മെറിറ്റും രണ്ടാമത്തേത് നമ്മുടെ മെറിറ്റും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർ അതുകൊണ്ട് നോക്കിയാൽ മെറിറ്റ് കം അവാർഡ് സ്കീമാണ്. ഈ അവാർഡുകളെല്ലാം കൊടുക്കുന്ന ഒരു സെമസ്റ്ററിലേക്ക് മാത്രമാണ്. ഇത് അടുത്ത സെമസ്റ്ററിലേക്ക് കണ്ടിന്യൂ ചെയ്ത് കിട്ടണമെങ്കിൽ കാൻഡിഡേറ്റിന്റെ അക്കാഡമിക് പെർഫോമൻസും അതുപോലെ അവരുടെ നീഡ്സിനെ ബേസ് ചെയ്തായിരിക്കും. ഇത് ഓരോ സ്കോളർഷിപ്പും ഓരോ സെമസ്റ്ററിലേക്ക് മാത്രമാണ്. ഇനി നമുക്ക് ബിറ്റ്സ് ആറ്റിന്റെ ടെസ്റ്റ് ഫോർമാറ്റ് ഒന്ന് മനസ്സിലാക്കാം. ബിറ്റ്സ് ആറ്റ് എന്ന് പറയുമ്പോൾ ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് അഡ്മിഷൻ ടെസ്റ്റ്. അപ്പം നമുക്ക് 3 മണിക്കൂറാണ് എക്സാമിന്റെ ഡ്യൂറേഷൻ വിത്തൗട്ട് ബ്രേക്ക്. 4 പാർട്ടായിട്ടാണ് എക്സാം നടത്തുന്നത്. പാർട്ട് 1 ഫിസിക്സിൽ 30 ക്വസ്റ്റ്യൻ, പാർട്ട് 2 കെമിസ്ട്രി 30 ക്വസ്റ്റ്യൻ, പാർട്ട് 3 ഇംഗ്ലീഷും ലോജിക്കൽ റീസണിങ്, ഇംഗ്ലീഷ് പ്രൊഫഷൻസിയും ലോജിക്കൽ റീസണിങ്ങും. ഇംഗ്ലീഷ് പ്രൊഫഷൻസിയിൽ 10 ക്വസ്റ്റ്യനും ലോജിക്കൽ റീസണിങ് 20 ക്വസ്റ്റ്യനും. പാർട്ട് 4 മാത്തമാറ്റിക്സ്, അതായത് ബിടെക്കിന് മാത്തമാറ്റിക്സ് 40 ക്വസ്റ്റ്യൻ, ബി ഫാമിനാണെങ്കിൽ ബയോളജി 40 ക്വസ്റ്റ്യൻ. ടോട്ടൽ 130 ക്വസ്റ്റ്യൻസ്. 130 ക്വസ്റ്റ്യൻ വ്യത്യാസം നമ്മുടെ ജെയ്മേനേക്കാൾ വ്യത്യാസം എന്ന് പറയുന്നത് 3 മാർക്കാണ് അല്ലേ? കറക്റ്റായ 3 മാർക്ക്, നെഗറ്റീവ് മാർക്ക് -1.
അപ്പോൾ ടോട്ടൽ 130 × 3 390 ബിറ്റ് സാറ്റിൻ്റെ ടോട്ടൽ സ്കോർ. JEE വെച്ച് നോക്കുമ്പോൾ 75 ക്വസ്റ്റ്യൻ 3 hours 4 - 1 ഔട്ട് ഓഫ് 300. ബിറ്റ് സാറ്റ് ഔട്ട് ഓഫ് 390 ആണ് വരുന്നത്. പിന്നെ ക്വസ്റ്റിന്റെ എണ്ണത്തിൽ ഏകദേശം ക്വസ്റ്റിന്റെ പാറ്റേൺ അല്ലെങ്കിൽ ക്വസ്റ്റിന്റെ ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി ഏകദേശം സെയിം ആണ് JEE-നുമായിട്ട്. പക്ഷേ ക്വസ്റ്റിന്റെ എണ്ണത്തിൽ നല്ല വ്യത്യാസമുണ്ട്. ഏകദേശം JEE ലെവലായിരിക്കും ബിറ്റ് സാറ്റ് എക്സാമിനേഷൻ നടക്കുന്നത്. ഒരു വിദ്യാർത്ഥി ബിറ്റ് സാറ്റ് എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ പോലും സ്കിപ്പ് ചെയ്യാതെ 130 ക്വസ്റ്റ്യനും ആൻസർ ചെയ്തു. എന്നിട്ടും സമയം മിച്ചമുണ്ടെങ്കിൽ എക്സ്ട്രാ 12 ക്വസ്റ്റ്യൻ കൂടി ലഭിക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ലോജിക്കൽ റീസണിങ് 3 ക്വസ്റ്റ്യൻ വീതം, അങ്ങനെ 12 ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് അഡീഷണൽ ആയിട്ട് ലഭിക്കും. ഈ ചാൻസ് ഉപയോഗിച്ചവരെ സംബന്ധിച്ച് ആ 12 ക്വസ്റ്റ്യൻ്റെ മാർക്കും 390 കൂട്ടിയാണ് അവരുടെ ടോട്ടൽ മാർക്ക് വരുന്നത്. എന്ന് പറഞ്ഞാൽ 390 പ്ലസ് ആ 12 ക്വസ്റ്റിൻ്റെ 3 മാർക്കും കൂടെ 36 426 ആക്ച്വലി ടോട്ടൽ മാർക്ക് വരുന്നത്. പക്ഷേ ഹൈ റിസ്ക് ആണ്. കാരണം 130 ക്വസ്റ്റിനും കൃത്യമായിട്ട് ആൻസർ ചെയ്യണം. നമുക്കറിയത്തില്ലാത്ത ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ നമുക്കറിയാം നെഗറ്റീവ് മാർക്ക് കൂടുതലുണ്ട്. അതുകൊണ്ട് ഹൈ റിസ്ക് ആണ്. ഇങ്ങനെ എടുക്കാൻ പറ്റുന്നവരെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ചാൻസും കൂടി ഉണ്ട്. ഇത് ബിറ്റ് സാറ്റിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. ചിലപ്പോൾ സ്കോർ വേണേൽ കൂടി വരാം. അവസാനം കിട്ടുന്ന ക്വസ്റ്റ്യൻ എളുപ്പമുള്ള കിട്ടിയെങ്കിൽ സ്കോർ വേണേൽ കയറി പോകാം. അതെ. ഇനി ബിറ്റ് സാറ്റ് എക്സാമിനേഷൻ 2 സെഷനായിട്ടാണ് നടക്കുന്നത്. സാധാരണ മെയ് മാസത്തിലും ജൂൺ മാസത്തിലുമാണ് എക്സാമിനേഷൻ നടക്കുന്നത്. ഒരു കുട്ടിയെ സംബന്ധിച്ച് മെയ് മാസത്തിലെ മാത്രമായിട്ട് എഴുതാം, അല്ലെങ്കിൽ ജൂൺ മാസത്തിലെ മാത്രമായിട്ട് എഴുതാം, അല്ലെങ്കിൽ രണ്ടും വേണമെങ്കിലും എഴുതാം. JEE എഴുതുന്ന കണക്ക് തന്നെ രണ്ടും എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബെസ്റ്റ് സ്കോറാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഈ പരീക്ഷയെ സംബന്ധിച്ച് ബിറ്റ് സാറ്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ എക്സാമിനേഷൻ എഴുതി കഴിയുമ്പം അന്നേരം തന്നെ സ്കോർ അറിയാൻ പറ്റും. കറക്റ്റ് ആൻസർ എത്രയാണ്, റോങ് ആൻസർ എത്രയാണ്, ടോട്ടൽ സ്കോർ എത്രയാണെന്ന് നമുക്ക് എക്സാമിനേഷൻ കഴിയുമ്പം തന്നെ അറിയാൻ പറ്റും. അറിയത്തില്ല. ഈ പരീക്ഷയ്ക്ക് മാത്രം അന്നേരം തന്നെ നമ്മൾ സ്കോർ അറിയാൻ പറ്റും. പിന്നെ നമുക്കറിയാം ഇതിന് റാങ്ക് ഇല്ല. ബിറ്റ് സാറ്റ് സ്കോറിനെ ബേസ് ചെയ്താണ് അഡ്മിഷൻ നടക്കുന്നത്. റാങ്കിങ് ഇല്ല. ഇനി ഒരു വിദ്യാർത്ഥി 2 പേരുടെ സ്കോർ സെയിം ആയിട്ട് വന്നു കഴിഞ്ഞാൽ മാത്തമാറ്റിക്സിന്റെ സ്കോറിനാണ് അവർ പ്രിഫറൻസ് കൊടുക്കുന്നത്. മാത്തമാറ്റിക്സ് സെയിം ആയി കഴിഞ്ഞാൽ പിന്നെ ഫിസിക്സിന്റെ സ്കോറിന് പ്രിഫറൻസ് കൊടുക്കുന്നു. ഫിസിക്സിന് സെയിം ആയി കഴിഞ്ഞാൽ കെമിസ്ട്രിക്ക് പ്രിഫറൻസ് കൊടുക്കുന്നു. ആ ഓർഡറിലാണ് എടുക്കുന്നത്. ഇനി സാധാരണ ടെസ്റ്റ് സെന്റേഴ്സ് വരുന്ന കേരളത്തിലെ സെന്റേഴ്സ് വരുന്ന തിരുവനന്തപുരം, കൊച്ചിയാണ് ടെസ്റ്റ് സെന്റേഴ്സ്. ഓൺലൈൻ ടെസ്റ്റ് ആണല്ലോ. ഓൺലൈൻ ടെസ്റ്റ്. ഇനി നമുക്ക് ബിറ്റ് സാറ്റിന്റെ സിലബസ് ഒന്ന് മനസ്സിലാക്കാം. ബിറ്റ് സാറ്റിന്റെ സിലബസ് 2025 സിലബസ് ആണ്. NCERT സിലബസ് ഫോർ 11th and 12th ആണ് പറഞ്ഞിരിക്കുന്നത്. ഫിസിക്സിന് പറഞ്ഞ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്, കൈനമാറ്റിക്സ്, ലോസ് ഓഫ് മോഷന്, ഇമ്പൾസ് ആൻഡ് മൊമെൻറ്റ്, വർക്ക് എനർജി പവർ, റൊട്ടേഷൻ മോഷൻ, ഗ്രാവിറ്റേഷൻ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, ഓസിലേഷൻ, വേവ്സ്, ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്, ഇലക്ട്രോസ്റ്റാറ്റിക്സ്, കണ്ടക്ടിവിറ്റി, മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് കറണ്ട്, ഇലക്ട്രോമാ ഇൻഡക്ഷൻ, ഒപ്റ്റിക്സ്, മോഡേൺ ഫിസിക്സ്, ഇലക്ട്രോൺ ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഫിസിക്സ് അതേ സിലബസ് തന്നെയാണ്. ഉള്ള എല്ലാ ചാപ്റ്റേഴ്സും ഉണ്ട്. കെമിസ്ട്രിയിലേക്ക് വരുമ്പം സൈസോമാറ്റർ തുടങ്ങി അറ്റോമിക് സ്ട്രക്ചർ ഉണ്ട്. അതുപോലെ ഹൈഡ്രജൻ എസ് ബ്ലോക്ക് ഡിലീറ്റഡ് ടോപ്പിക് കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സിലബസും അതുപോലെ തന്നെ അവരുടെ ഡിലീറ്റഡ് ടോപ്പിക്സും കൂടെ കൂട്ടിയാണ് ബിറ്റ് സാറ്റിന്റെ സിലബസ്. അവർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. തിയററ്റിക്കൽ ബാക്കിയെല്ലാം ഉണ്ട്. താനും അതിന്റെ കൂടെ ബാക്കി JEE ഡിലീറ്റഡ് പോർഷൻസ് കൂടെ കെമിസ്ട്രിക്കകത്ത് ചേർത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് പ്രൊഫഷൻസിക്കകത്ത് ഗ്രാമർ, വൊക്കാബുലറി, റീഡിംഗ് കോംപ്രിഹെൻഷൻ, കോമ്പോസിഷൻ, ലോജിക്കൽ റീസണിംഗ് എന്ന് പറഞ്ഞാൽ വെബർ റീസണിങ്ങും നോൺ വെബർ റീസണിങ്ങുമാണ്. മാത്തമാറ്റിക്സ് വരുമ്പം ഓൾജിബ്ര ഉണ്ട്, ടെക്നോമെട്രി ഉണ്ട്, 3D ഉണ്ട്, ഇന്റഗ്രൽ കാൽക്കുലസ് ഉണ്ട്, ഡിഫറൻഷ്യൽ കാൽക്കുലസ് ഉണ്ട്. അതുപോലെ JEE ഇല്ലാത്ത ഡിലീറ്റഡ് പോർഷൻസ് ഉള്ള മാത്തമാറ്റിക് റീസണിങ്, ലീനിയർ പ്രോഗ്രാമിങ്, മാത്തമാറ്റിക് മോഡലിംഗ്, അങ്ങനെ എക്സ്ട്രാ കുറേ പോർഷൻ ടോപ്പിക് കൂടി മാത്തമാറ്റിക്സിന് അവരുടെ സിലബസിലുണ്ട്. ബിറ്റ്സിനെ കുറിച്ചും ബിറ്റ് സാറ്റ് എക്സാമിനെ കുറിച്ചും ഒരു ഏകദേശ ധാരണ ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. JEE അഡ്വാൻസ് സീരീസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിയെ സംബന്ധിച്ച് നല്ലൊരു ഓപ്ഷനാണ് ബിറ്റ്സ്. സാധാരണ ജനുവരി മാസത്തിലാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. താല്പര്യമുള്ള കുട്ടികൾ ആ സമയത്ത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക. അന്നേരം അതിൻ്റെ വിശദ വിവരങ്ങളടങ്ങിയ വീഡിയോസും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.